സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. ഒറ്റപ്പാലം ചുനങ്ങാട് വാണി വിലാസിനിയിൽ പെട്രോൾ ബോംബെറിഞ്ഞ കേസിൽ പ്രതിയുമായി പോലീസ് ആലുവയിൽ തെളിവെടുപ്പ് നടത്തി. ചുനങ്ങാട് മനങ്കയത്ത് നീരജിനെ കസ്റ്റഡിയിൽ വാങ്ങിയാണ് തെളിവെടുപ്പ് നടത്തിയത്. റിമാൻഡിൽ കഴിയുന്ന 34-കാരനായ നീരജിനെ 2 ദിവസത്തേക്കാണ് കോടതി പോലീസ് കസ്റ്റഡിയിൽ വിട്ടത്. കഴിഞ്ഞ 13-ന് പുലർച്ചെ 2:17-നായിരുന്നു കോഴിക്കോട് സ്വദേശികളായ തൊഴിലാളികൾക്ക് പെട്രോൾ ബോംബേറിൽ ഗുരുതരമായി പരിക്കേറ്റത്. പ്രതി രക്ഷപ്പെട്ട് ആദ്യമെത്തിയ ആലുവയിൽ നിന്ന് ഇയാൾ ധരിച്ചിരുന്ന വസ്ത്രങ്ങൾ കണ്ടെത്തി. ആലുവയിൽ നിന്ന് പുതിയ വസ്ത്രം വാങ്ങി ധരിച്ചാണ് നീരജ് കോയമ്പത്തൂർ പോത്തന്നൂരിലേക്ക് കടന്നത്. ഇവിടെ നിന്ന് ഉത്തരേന്ത്യയിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടെയായിരുന്നു അറസ്റ്റ് നടന്നത്. നീരജിന്റെ വീടിന് സമീപം നിർമ്മാണം പുരോഗമിക്കുന്ന വീടിന് നേരെയായിരുന്നു ബോംബേർ ഉണ്ടായത്. ഈ വീട്ടിൽ പൂമുഖത്ത് കിടന്നുറങ്ങുകയായിരുന്ന 6 തൊഴിലാളികളിൽ 2 പേർക്കായിരുന്നു ഗുരുതര പരിക്കേറ്റത്. പരിക്കേറ്റ കോഴിക്കോട് കൊയിലാണ്ടി സ്വദേശി വിഷ്ണു, ബാലുശ്ശേരി സ്വദേശി പ്രിയേഷ് എന്നിവർ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. തൊഴിലാളികൾ പതിവായി കളിയാക്കുന്നുവെന്ന ധാരണയാണ് ആക്രമണത്തിലേക്ക് നയിച്ചതെന്നായിരുന്നു പോലീസിന്റെ കണ്ടെത്തൽ. നിർമ്മാണത്തിലിരിക്കുന്ന വീട്ടിലെ കുളത്തിന്റെ പടവ് നിർമ്മിക്കാനെത്തിയതാണ് തൊഴിലാളികൾ. റൈറ്റ് വിഷൻ ന്യൂസ്, ഒറ്റപ്പാലം.